ജോമെട്രിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. മക്കളെ, നമ്മൾ ഒന്നാമത്തെ പാർട്ട് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി. അതിലെ ചോദ്യങ്ങൾ ഞാൻ പരമാവധി എക്സ്പ്ലനേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചു, മനസ്സിലായി, സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏകദേശം 6 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്നാമത്തെ വീഡിയോ പോലെ തന്നെ പരമാവധി എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തി വൃത്തിയായിട്ടാണ് ഞാൻ ഈ വീഡിയോയും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി ലൈക്കായി രേഖപ്പെടുത്താൻ മറക്കണ്ട. ശരി, ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയാവുന്ന കുട്ടികൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഈ ചോദ്യങ്ങൾ, ഇതിൽ ഡൗട്ടുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കാണുക കേട്ടോ. അറിയത്തില്ലാത്തവർ ഓരോ ചോദ്യങ്ങൾ എഴുതി വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകുക. ഞാൻ ഓരോ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തരുന്ന എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ തിയറികൾ സൈഡിൽ നോട്ടായിട്ട് എഴുതി വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ശരി, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യത്തെ ചോദ്യം ദേ പിടിച്ചോ. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആണ്. ഓക്കെ, അപ്പോൾ ആളാര ഒരു ചതുരമാണ് മക്കളെ, ഒരു ചതുരം. ഓക്കെ, ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും, ഓക്കെ, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. നീളവും വീതിയും അല്ലേ, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചതുരമുണ്ട്, ആ ചതുരത്തിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ, നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 4:3 ആണ്. നീളം 3 സെൻറ്റിമീറ്റർ കുറയ്ക്കുകയും വീതി 3 സെൻറ്റിമീറ്റർ കൂടുകയും ചെയ്തപ്പോൾ അതൊരു സമചതുരമായി മാറി. ഓക്കെ, ഇതിൻ്റെ നീളത്തിന് എന്ത് സംഭവിച്ചു? 3 സെൻറ്റിമീറ്റർ കുറച്ചു, വീതി 3 സെൻറ്റിമീറ്റർ കൂട്ടി. അപ്പോൾ ഇതൊരു സമചതുരമായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? നീളവും വീതിയും തുല്യമാകുമ്പോഴാണ് സമചതുരമാകുന്നത് അല്ലേ. അപ്പം നീളം 3 കുറയ്ക്കുകയും വീതി 3 കൂട്ടുകയും ചെയ്തപ്പോൾ ഇതൊരു സമചതുരമായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ മക്കളെ. ചെയ്യുന്ന രീതി, നമ്മൾ ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന റേഷ്യോയിലാണെന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പോൾ ചതുരത്തിൻ്റെ നീളം നമുക്ക് 4x എന്നും ചതുരത്തിൻ്റെ വീതി നമുക്ക് 3x എന്നും എടുക്കാം. 4:3 എന്നുള്ളത് റേഷ്യോയാണ്. 4x ആണ് നീളം, 3x ആണ് വീതി. ഓക്കെ, ഇനി നീളം 3 കുറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ നീളം 4x - 3 ആണ്. വീതി 3 കൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ വീതി 3x + 3 ആണ്. ആണോ? നീളം 3 കുറയ്ക്കുകയും വീതി 3 കൂട്ടുകയും ചെയ്തപ്പം ഇതൊരു സമചതുരമായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളവും വീതിയും തുല്യമായി എന്നർത്ഥം. അപ്പം 4x - 3 ആണ് നീളം, 3x + 3 ആണ് വീതി. ഇത് രണ്ടും തുല്യമാകുമ്പോഴാണ് അതൊരു സമചതുരമായിട്ട് മാറുന്നത്. അപ്പോൾ 4x - 3യും 3x + 3യും തുല്യമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത ഉത്തരം കിട്ടത്തില്ലേ മക്കളെ? ഇത് ഇക്വേറ്റ് ചെയ്യുമ്പം ഈ 3x, ഈ 3xനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 4x - 3x എന്നാകും. ഈ -3 അങ്ങോട്ട് പോകുമ്പോൾ +3 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യുവാണെങ്കിൽ 4x - 3x x എന്ന് കിട്ടും. ഓക്കെ, +3 അവിടെ ഉണ്ട്, -3 അങ്ങോട്ട് പോകുമ്പോൾ 3 + 3 6 എന്നാകും. എക്സിൻ്റെ വില 6 എന്ന് കിട്ടും. എക്സിൻ്റെ വില 6 ആണെങ്കിൽ നമുക്ക് നീളവും വീതിയും തുല്യമാണല്ലോ സമചതുരത്തിൻ്റെ. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ചതുരത്തിൻ്റെ വശങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 4x അല്ലേ ചതുരത്തിൻ്റെ നീളം, എക്സ് 6 ആണെങ്കിൽ 4x 6 4 24 അല്ലേ. ഇതിനോട് 3 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 21 അല്ലേ മക്കളെ ഈ സമചതുരത്തിൻ്റെ ഒരു വശം. 4x - 3 അല്ലേ സമചതുരത്തിൻ്റെ വശം. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശം 21 കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ചെയ്ത മെത്തേഡ് ക്ലിയർ ആണോ? ഞാൻ ഒരു റൗണ്ട് കൂടെ പറയട്ടെ. ഒരു ചതുരമുണ്ട് അല്ലേ, ആ ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീളം നമ്മൾ 4x എന്നും വീതി നമ്മൾ 3x എന്നും എടുത്തു. നീളം 3 കുറച്ചു, അപ്പം 4x - 3,
വീതി 3 കൂട്ടി, അപ്പോൾ 3s+3. അപ്പോൾ നീളവും വീതിയും തുല്യമായി. അതായത് സമചതുരമായി എന്ന് പറഞ്ഞാൽ നീളവും വീതിയും തുല്യമായി എന്നർത്ഥം. ശരിയാണോ? അപ്പം ഇത് തമ്മിൽ ഈക്വലായി എന്നർത്ഥം. ഇനി ഞാൻ ഈ 3x ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ 4x - 3x x ആയി, -3 അങ്ങോട്ട് പോയപ്പോൾ +3 ആയി. x = 6 കിട്ടി. x 6 ആണെങ്കിൽ ചതുരത്തിൻ്റെ നീളം 4x 24 എന്ന് കിട്ടും അല്ലേ? 24ൽ നിന്ന് 3 കുറച്ചപ്പോഴല്ലേ സമചതുരത്തിൻ്റെ വശമായിട്ട് മാറിയത്. 4x - 3 എന്നുള്ളതല്ലേ സമചതുരത്തിൻ്റെ വശം. 24 - 3 21 സമചതുരത്തിൻ്റെ വശം എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ്. മുന്നോട്ട് ചെയ്യാം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമചതുരാകൃതിയുള്ള ഒരു പേപ്പറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സമചതുരാകൃതിയിൽ ഒരു പേപ്പറുണ്ട്. സമചതുരാകൃതിയാണ് ആ പേപ്പറിന് അല്ലേ? ഈ പേപ്പറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. മക്കളെ, ഒരു വശത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു മൂലയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമചതുരം മുറിച്ചു മാറ്റി. 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമചതുരം ഇതിൻ്റെ മൂലയിൽ നിന്നും മുറിച്ചു മാറ്റി. ഓക്കെ, എങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം. ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ്. മക്കളെ, ബാക്കി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ? അതായത് ഇതാണ് ബാക്കി വരുന്ന ഭാഗം ആണോ? ഈ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് കാണാനാണ് ചോദ്യം. അപ്പം ഒരു നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു തിയറി ആയിട്ട് മനസ്സിലാക്കിക്കേ. ഒരു ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ മൂലയിൽ നിന്ന് ഒരു ചതുരവോ സമചതുരവോ മുറിച്ചു മാറ്റിയാൽ കിട്ടുന്ന രൂപത്തിൻ്റെ ചുറ്റളവ് ആദ്യത്തെ രൂപത്തിൻ്റെ ചുറ്റളവിന് തുല്യമായിരിക്കും. ചതുരത്തിൽ നിന്ന് സമചതുരം മുറിച്ചു മാറ്റിയാലും സമചതുരത്തിൽ നിന്ന് ചതുരം മുറിച്ചു മാറ്റിയാലും എല്ലാം സെയിമാണ്. ചുറ്റളവ് മാറിയല്ല കേട്ടോ, ചുറ്റളവ് സെയിം ആയിരിക്കും. ആദ്യത്തേൻ്റെ ചുറ്റളവ് എത്രയാണ് മക്കളെ? ആദ്യം ഒരു സമചതുരമല്ലേ, വശം 10 ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് 10 × 4 40 അല്ലേ? പെരിമീറ്റർ ചുറ്റളവ് 40 അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂലയിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം മുറിച്ച് മാറ്റിയാലും അതിൻ്റെ ചുറ്റളവ് എത്ര തന്നെ ആയിരിക്കും? 40 തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു നോട്ടായിട്ട് ഒരു കൺസെപ്റ്റാക്കി മനസ്സിലാക്കിക്കോണം. ഒരു ചതുരത്തിൽ നിന്ന് സമചതുരം മുറിച്ച് മാറ്റി എന്ന് പറഞ്ഞാലും സമചതുരത്തിൽ നിന്ന് ചതുരം മുറിച്ച് മാറ്റി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഒരു ചതുരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമചതുരത്തിൽ നിന്ന് മൂലയിൽ നിന്ന് ഒരു ചതുരവോ സമചതുരവോ മുറിച്ച് മാറ്റിയാൽ കിട്ടുന്ന രൂപത്തിൻ്റെ ചുറ്റളവ് ആദ്യമുള്ള രൂപത്തിൻ്റെ ചുറ്റളവിന് തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അതെങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തന്നേക്കാം. മക്കളെ, ഈ ദൂരം നമുക്കറിയാം. ഈ ദൂരം എത്രയാ? 10 അല്ലേ? ഓക്കെ, ഇതും നമുക്കറിയാം. എത്രയാ? 10 അല്ലേ? ആണ്. ഈ ദൂരം നമുക്കറിയാം. എത്രയാ? 9 അല്ലേ? ആണ്. ഇത് നമുക്കറിയാം 1, ഇത് നമുക്കറിയാം 1, ഇത് 9 അല്ലേ? ഇതിൻ്റെ എല്ലാം ചുറ്റളവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. നോക്കുമ്പം ഇതെല്ലാം കൂട്ടുമ്പോൾ 10, ഇത് 10 അല്ലേ? ഇത് ഇത്രയും 10 അല്ലേ മക്കളെ? കണ്ടോ, ഇവിടം വരെ 9, ഇതൊന്ന് 10. അതുപോലെ ഇവിടം വരെ 9, ഇതൊന്ന് 10. കണ്ടോ, 40 തന്നെയല്ലേ ആൻസർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇത് വരച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ വരച്ച് നോക്കി കാണിച്ച് തന്നേ ഉള്ളൂ. വിസ്തീർണമൊക്കെ മാറിപ്പോവും, ചുറ്റളവ് മാറിയാലെന്നാണ് ഞാൻ പറഞ്ഞത്. പെരിമീറ്ററിൽ മാറ്റം വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ തിയറി, ഒരു ചതുരത്തിൻ്റെയോ സമചതുരത്തിൻ്റെയോ മൂലയിൽ നിന്ന് ഒരു ചതുരവോ സമചതുരവോ മുറിച്ചു മാറ്റിയാൽ കിട്ടുന്ന രൂപത്തിൻ്റെ ചുറ്റളവ് ആദ്യമുണ്ടായിരുന്ന രൂപത്തിൻ്റെ ചുറ്റളവിന് തുല്യമായിരിക്കും. ചുറ്റളവ് മറക്കരുത്, പെരിമീറ്ററാണ് മാറില്ല എന്ന് ഞാൻ പഠിപ്പിച്ചേ. കേൾക്കുന്നുണ്ടല്ലോ? യെസ്, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു ത്രികോണത്തിൻ്റെ കോണളവുകൾ തന്നിട്ടുണ്ട് മക്കളെ. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 2:3:4 എന്ന അനുപാതത്തിലാണ്, അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് അല്ലേ? നമുക്കറിയാം ത്രികോണത്തിൻ്റെ കോണുകളുടെ റേഷ്യോ അല്ലേ 2:3:4. ഈ കോണുകളുടെ എല്ലാം തുക, ത്രികോണത്തിൻ്റെ കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രി അല്ലേ? കോണുകൾ 2:3:4 എന്ന റേഷ്യോയിലാണ്. കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രിയാണ്. കോണുകൾ 2:3:4 എന്ന റേഷ്യോയിലാണ്, കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രിയാണ്. അപ്പം ഈ വലിയ കോണും ചെറിയ കോണും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മക്കളെ?
ഏറ്റവും വലിയ കോൺ കാണാൻ ചെയ്യേണ്ടത് അല്ലേ, ഏറ്റവും വലിയ കോൺ കാണാൻ ചെയ്യേണ്ടത് 180 ആണ് ആകെ കോൺ അളവ് ഇൻറ്റു വലിയ കോണിൻ്റെ റേഷ്യോ. ഓക്കെ, 4 റേഷ്യോയുടെ എല്ലാം തുക 9. അപ്പോൾ വലിയ കോൺ നമുക്ക് എത്ര കിട്ടും? ഇത് വെട്ടിക്കളയുമ്പം ഇതും വെട്ടിപ്പോകും. 2 20 × 4 80 എന്ന് കിട്ടും. ആണോ? വലിയ കോൺ 80. ഏറ്റവും ചെറിയ കോൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ചെറിയ കോൺ കണ്ടുപിടിക്കാൻ 180 × ചെറിയ റേഷ്യോ എടുക്കുക, 2 റേഷ്യോയുടെ എല്ലാം തുക 9. അപ്പോൾ ചെറിയ കോൺ നമ്മൾ വെട്ടിക്കളയുമ്പോൾ ഇതും വെട്ടിപ്പോയി. 20 × 2 40 എന്ന് കിട്ടും ഏറ്റവും ചെറിയ കോൺ. ആണോ? അപ്പോൾ വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 80 - 40 = നമുക്ക് ആൻസർ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ചെയ്ത മെത്തേഡ് പക്കയാണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ത്രികോണത്തിൻ്റെ കോണുകളെല്ലാം തന്നിട്ടുണ്ട്. 2:3:4 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോണുകൾ 2:3:4 എന്ന റേഷ്യോയിലാണ്. കോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടില്ല. കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൽ വലിയ കോൺ കാണാൻ 180നെ 4/9 എന്ന റേഷ്യോയിൽ വിരിക്കണം അല്ലേ. അതായത് 9, ആകെ 9 ഉണ്ട്. 9ൽ 4 ഭാഗമാണ് വലിയ കോണിൻ്റെ അളവ്, 9ൽ 2 ഭാഗമാണ് ചെറിയ കോണിൻ്റെ അളവ്. അപ്പോൾ വലിയ കോണും ചെറിയ കോണും നമ്മൾ വ്യത്യാസം കാണാൻ വലിയ കോണും കണ്ടുപിടിക്കുക, ചെറിയ കോണും കണ്ടുപിടിക്കുക, വ്യത്യാസം എടുക്കുക. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? മുന്നോട്ട് പോവാം. ഓക്കെ, അതായത് ഇത് കോണുകളുടെ റേഷ്യോ, ഇത് കോണുകളുടെ എല്ലാം തുക. വലിയ കോൺ കാണാൻ 180 × വലിയ കോണിൻ്റെ റേഷ്യോയുടെ തുക. ചെറിയ കോൺ കാണാൻ 180 × ചെറിയ കോണിൻ്റെ റേഷ്യോയുടെ തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം. പരിധി എന്ന് പറഞ്ഞാൽ ചുറ്റളവെന്ന് ആണ് അർത്ഥം, പെരിമീറ്റർ കേട്ടോ. ചുറ്റളവിന് മറ്റൊരു പേരാണ് പരിധി. ഓക്കെ, വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം അല്ലേ. അതായത് വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ വ്യാസം ഈസ്റ്റു പരിധി അല്ലേ. ഇതിൻ്റെ അംശബന്ധം കാണാനല്ലേ ക്വസ്റ്റ്യൻ. പരിധി എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. എന്തിൻ്റെയാ മക്കളെ? വൃത്തത്തിൻ്റെ അല്ലേ. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം കാണും മക്കളെ. വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ 2r അല്ലേ. 2 റേഡിയസ് കൂടുന്നല്ലേ വ്യാസം, ഡയമീറ്റർ ആണ്. അപ്പോൾ വ്യാസം 2r ആണ്. പരിധി എന്ന് പറഞ്ഞാൽ എന്താ? 2πr അല്ലേ മക്കളെ. വ്യാസം 2r പരിധി ചുറ്റളവ് 2πr അല്ലേ. ഇതിൻ്റെ റേഷ്യോയാ. അപ്പോൾ 2r / 2πr ആണ് കാണേണ്ടത്. 2r / 2πr ശരിയാണോ? അതിൽ 6 വെട്ടി 2 വെട്ടി. ആൻസർ 1/π, അതായത് 1:π എന്ന് കിട്ടും ആൻസർ. ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം. വ്യാസം എന്ന് പറഞ്ഞാൽ 2r, പരിധി എന്ന് പറഞ്ഞാൽ 2πr. അപ്പം നിങ്ങൾ ഓർക്ക് സാറേ വ്യാസം എന്ന് പറയുമ്പം ഡയമീറ്റർ അല്ലേ വ്യാസത്തെ സൂചിപ്പിക്കാൻ. അപ്പോൾ വ്യാസത്തിൻ്റെ അവിടെ ഡീന്ന് എഴുതിയാൽ പോരെ എന്ന്. മക്കളെ ഡീന്ന് എഴുതിയാൽ ശരിയാവില്ല. കാരണം ഇവിടെ ചുറ്റളവ് ഇൻ ടേംസ് ഓഫ് ആറിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഡയമീറ്ററിനെ വ്യാസത്തെ നമ്മൾ റേഡിയസിൻ്റെ ടേമിൽ എഴുതുക. അതാണ് ഡിയുടെ അവിടെ 2r എന്ന് എഴുതാൻ കാരണം. കണ്ടോ? അതാണ് വ്യാസം. 2 റേഡിയസ് കൂടുന്നതാണ് വ്യാസം. അപ്പോൾ ഡയമീറ്റർ = 2r, പരിധി എന്ന് പറഞ്ഞാൽ 2πr. കണ്ടോ? 2r = 2πr എന്ന് പറഞ്ഞാൽ 2r/2πr എന്നർത്ഥം. 6 2 വെട്ടിപ്പോൾ 1/π. 1/π എന്ന് പറഞ്ഞാൽ 1:π ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക 8100 ഡിഗ്രി ആയാൽ അതിൻ്റെ വശങ്ങളുടെ എണ്ണം. എന്താണ് ബഹുഭുജം എന്ന് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു ബഹുഭുജത്തിൻ്റെ അകത്തെ കോണുകളുടെ തുക കാണാൻ ഇക്വേഷനാണ് n-2 × 180. എഴുതി വെച്ചോണം നോട്ടായിട്ട്. ഒരു ബഹുഭുജത്തിൻ്റെ എന്താണ് ബഹുഭുജം? 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ അല്ലേ. ത്രികോണം ഒരു ബഹുഭുജമാണ്, ചതുർഭുജങ്ങൾ ബഹുഭുജങ്ങളാണ്, പഞ്ചഭുജം, ഷഡ്ഭുജം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ വികരണങ്ങളുടെ എണ്ണം കാണാൻ n × n-3/2 ആണ് ഇക്വേഷൻ എന്ന് ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബഹുഭുജത്തിൻ്റെ
അകത്തെ കോണുകളുടെ തുക കാണാൻ ഇക്വേഷൻ പഠിക്കുവാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതേണ്ടത് ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക, ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക n-2 × 180 ആയിരിക്കും. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക n-2 × 180 ആയിരിക്കും. ഓക്കെ, ഈ ആന്തര കോണുകളുടെ തുക 8100 ആണെന്ന് ചോദ്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നോട്ട് എന്താ, ഒരു ബഹുഭുജത്തിൻ്റെ അകത്തെ കോണുകളുടെ തുക, ആന്തര കോണുകളുടെ തുക എപ്പോഴും n-2 × 180 ആണ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക n-2 × 180. ഇനി അതോടൊപ്പം ഒരു എക്സ്ട്രാ പോയിന്റ് എഴുതി വെച്ചോ, ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180. അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ആ രണ്ട് നോട്ട് എഴുതണേ. ഇവിടെ ആന്തര കോണുകൾ തുക 8100 ആണെങ്കിൽ എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ n-2 × 180യുടെ വിലയാണ് 8100. അതിൻ്റെ അകത്ത് നിന്ന് n-2 കണ്ടുപിടിക്കാം മക്കളെ. ഈ 180 ഹരിക്കാൻ പോകും താഴേക്ക്. 8100/180 എന്ന് വരും. ഇവിടെ ഇട്ട് തന്നെ വെട്ടിക്കളയാൻ ഞാൻ കുറച്ചുകൂടെ ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ സ്റ്റെപ്പുകൾ എഴുതുന്നതാണ്. 0 വെട്ടിപ്പോയി. 18ഉം 810 നമുക്ക് 9 വെച്ച് വെട്ടിക്കളയാം. 9 വെച്ച് 18 2 തവണ, 81ൽ 9 9 തവണ 90/2, അതായത് 45 എന്ന് കിട്ടും മക്കളെ n-2ൻ്റെ വില. n-2 45 ആണെങ്കിൽ n കാണാൻ -2 അങ്ങോട്ട് പോകും. 45 + 2 47 എന്ന് കിട്ടും. അപ്പം ആ ബഹുഭുജത്തിന് 47 വശങ്ങളുണ്ട് എന്ന് കിട്ടും. എളുപ്പമാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ്, നമുക്കൊരു സമചതുരം അങ്ങ് വരച്ചേക്കാം. ഇതാണ് നമ്മുടെ സമചതുരം. ഓക്കെ, ഈ സമചതുരത്തിൻ്റെ പരപ്പളവാണ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ ഒരു സമചതുരം ഉണ്ട്. ഈ സമചതുരത്തിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്, പരപ്പളവ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു സമചതുരം ഉണ്ട്, അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇനി ചോദ്യം, ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന ചോദ്യം മക്കളെ. അപ്പം ഒരു സമചതുരം ഉണ്ട്, ഈ സമചതുരത്തിൻ്റെ ഒരു സമചതുരം ഉണ്ട് അല്ലേ. ഈ സമചതുരത്തിൻ്റെ പരപ്പളവ്, വിസ്തീർണം, അതായത് അകത്തെ അളവിന് നമ്മൾ ഈ വിസ്തീർണം എന്ന് പറയുന്നത് അല്ലേ. ഈ സമചതുരത്തിൻ്റെ അകത്തെ അളവ് തന്നിട്ടുണ്ട് 256 ആണ്. ഇനി ഇവർ പറഞ്ഞേക്കുന്നത് ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ മക്കൾ ഇതാണ് വശങ്ങളുടെ മിഡ് പോയിന്റ്സ്, മധ്യബിന്ദുക്കൾ. ഇത് യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരം കണ്ടോ. ഇത് യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരം എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ ഇരിക്കും മക്കളെ. ഇതാണ് ഇത് യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരം. ഇതിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വശങ്ങളിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേതിൻ്റെ പകുതിയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ആദ്യത്തേതിൻ്റെ എത്രയാ? 256 അല്ലേ. 256ൻ്റെ പകുതിയായിരിക്കും, അതായത് ഈ അകത്തുള്ളതിൻ്റെ 128 ആയിരിക്കും. അപ്പം നിങ്ങളതൊരു നിയമം പോലെ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചോ. ഇങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത്. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേതിൻ്റെ പകുതിയായിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേതിൻ്റെ പകുതിയായിരിക്കും. ആദ്യത്തേതിന് 256 ആണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും അകത്തേതിൻ്റെ വിസ്തീർണം 128. ഓക്കെ,
അപ്പം നമ്മുടെ കൂട്ടത്തിൽ ചില കുട്ടികൾക്ക് സാറേ കാണാതെ പഠിക്കാൻ ഒക്കെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല, എങ്ങനെയാണ് അത് വന്നതെന്നൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് എങ്ങനെ വന്നു എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ നിയമമാണ്. ഒരു സമയോദരത്തിൻ്റെ വശങ്ങളിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ലഭിക്കുന്ന സമയോദരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേതിൻ്റെ പകുതിയായിരിക്കുമെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അത്രേ ഉള്ളൂ, അത്ര പറഞ്ഞാൽ മതി. ഇനി വന്നതും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം മക്കളെ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം ഈ വലുതിൻ്റെ വിസ്തീർണമല്ലേ 256 ആണോ? വലുതിൻ്റെ വിസ്തീർണം 256 ആണെങ്കിൽ വലുതിൻ്റെ ഒരു വശം 16 അല്ലേ? കാരണം ഒരു വശം 16 ആണെങ്കിലാണ് 16ൻ്റെ സ്ക്വയർ 256 വരുന്നത് ആണല്ലോ. അപ്പോൾ ഈ വലുതിൻ്റെ ഒരു വശം 16 എന്ന് കിട്ടി. വലുതിൻ്റെ ഒരു വശം 16 എന്ന് കിട്ടിയാൽ നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കേണ്ട സമചതുരത്തിൻ്റെ ഒരു വശവും 16 എന്ന് കിട്ടും ആണല്ലോ. ഒരു വശമല്ല, വികരണത്തിൻ്റെ നീളവും 16 എന്ന് കിട്ടും. കാരണം ഇത് 16 അങ്ങനെയാണെങ്കിൽ ഇതും 16 ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഈ സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം കിട്ടി 16 ആണോ. ഇനി നമ്മൾ പഠിക്കും മുന്നോട്ട് വരുമ്പം, അതായത് ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് a² എന്ന ഒരു ഇക്വേഷനും മറ്റൊരു ഇക്വേഷൻ d²/2 എന്ന ഇക്വേഷൻ. അറിയത്തില്ലാത്തവർ സൈഡിലേക്ക് എഴുതിക്കോ. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് a², നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ അല്ലേ. സമചതുരത്തിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ a², വശം തന്നാൽ ഏരിയ കാണാൻ ആണോ. ഇനി വികരണം തന്നാൽ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് d²/2. ഡയഗണൽ തന്നാൽ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് d²/2. ഡയഗണൽ തന്നാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ d²/2. അപ്പോൾ ഒരുമിച്ച് പഠിക്കണം. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ 2 ഇക്വേഷൻസ്. ഒന്ന് a² അല്ലെങ്കിൽ d²/2. വശം തന്നാൽ വിസ്തീർണം കാണാൻ a², വികരണം തന്നാൽ വിസ്തീർണം കാണാൻ d²/2. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്തായിരുന്നു മക്കളെ? ഈ വികരണത്തിൻ്റെ നീളം കണ്ടുപിടിച്ചില്ലേ? ഈ വികരണത്തിൻ്റെ നീളം 16 അല്ലേ? 16. കാരണം ഈ ഒരു വശം 16. കാരണം വലുതിൻ്റെ വിസ്തീർണം 256 ആണെങ്കിൽ വലുതിൻ്റെ ഒരു വശം 16. വലുതിൻ്റെ ഒരു വശം തന്നെയാണ് നമുക്ക് ഈ സമചതുരത്തിൻ്റെ വികരണം, അതും 16. വികരണം കിട്ടിയാൽ ആ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ d²/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ. 16ൻ്റെ സ്ക്വയർ ബൈ 2 അല്ലേ? 256/2 128 എന്ന് ഉത്തരം കിട്ടില്ലേ? കണ്ടോ? അങ്ങനെയാണ് അത് ലോജിക്കലി നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ലഭിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേൻ്റെ പകുതിയാണ്. നിങ്ങൾ പഠിച്ചു വെച്ചോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇനി നമ്മൾ എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്, ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ 2 ഇക്വേഷൻ. ഒന്ന് a² അല്ലെങ്കിൽ d²/2. വശം തന്നാൽ വിസ്തീർണം കാണാൻ a², വികരണം തന്നാൽ വിസ്തീർണം കാണാൻ d²/2. കാര്യങ്ങളൊക്കെ ക്ലിയറായി. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത 6 ചോദ്യങ്ങളും അതിനോടൊപ്പം പറഞ്ഞ തിയറിയും എഴുതി പഠിച്ചു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയുമായി എത്രയും വേഗം കാണാം. താങ്ക് യു മക്കളെ.